Hi dear students, welcome to the new class. Today we discuss the energy stored in magnetic fields. We know that electromagnetic waves carry energy from one place to another place. Example, sun. The light coming from the sun carries energy from sun to the earth. Similarly, in mobile communication and also in radio wave communication, the electromagnetic waves such as radio wave or microwave carry information from source to destination. Usually these electromagnetic waves carry energy from one place to another place. Okay. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇലക്ട്രിക് and magnetic fields. Okay. അപ്പോൾ ഇവിടെ electromagnetic waves carry energy from one place to another place എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ ദെയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. In this session, we will derive an expression for the energy stored in magnetic fields. Okay, for this we will take a simplest case. In capacitor, energy stored in electric field. Similarly, in inductor, the energy is stored in magnetic field. ഇപ്പം നമുക്ക് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് എടുത്തിട്ട് അതിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വി ക്യാൻ ഡിറൈവ്. Let's take an inductor. It is connected to a battery and a switch. Inductance is L. When we switch on, the current I increases. അല്ലേ, ജസ്റ്റ് അതിന് സ്വിച്ച് ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി ഇതിൻ്റെ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ ഫ്ലക്സ് ത്രൂ ദ ഇൻഡക്ടർ ഇൻക്രീസസ്. അപ്പോൾ ഇതിലൂടെ ഫ്ലക്സ് ഇങ്ങനെ വാരി ചെയ്യുമ്പം to oppose the increase in current or to oppose the increase in flux, a back EMF will be induced in this coil. ആ ബാക്ക് EMF കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നമുക്ക് ഷോർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ when the switch is on, current I increases. അപ്പോൾ back EMF will be induced or back EMF will be developed in the coil to oppose the increase in the current. അതായത് ഇതിൽ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പതുക്കെ സർക്യൂട്ടിലൂടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ടൊരു മാക്സിമം സ്റ്റഡി കറണ്ട് ആയിട്ട് ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് സീറോ വാല്യൂയിൽ നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ ഒത്തിരി ടൈം, ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കും. കറണ്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഈ കോയിലിൽ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ എന്തിനാണ് ബാക്ക് EMF? ദാറ്റ് ഓപ്പോസ് ദ ഇൻക്രീസ് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ ഈ ബാറ്ററിയിലുള്ള പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന കറണ്ട് ഇതിലൂടെ മാക്സിമം ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബാക്ക് EMFനെ ഓപ്പോസ് ചെയ്യുന്ന രൂപത്തിൽ ഒരു വർക്ക് നമ്മൾ ചെയ്യണം. That is, we have to do work or we have to supply energy to overcome this back EMF so that the current passes through the inductor. അപ്പോൾ ഇതിലൂടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാക്ക് EMFനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ് ബി നോട്ട് ഓൺ ദിസ് പോയിന്റ്.
Okay, that is, this work must be done against this back EMF. Okay. Therefore, the work per unit time, that is, the work done per unit time against this back EMF to establish a constant current in the circuit, that we can write like this way. That it can be written as dw by dt. നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പെർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്. വർക്ക് പെർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആണ് ഡെഫിനിഷൻ. ഈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രസന്റ് കേസിൽ work done per unit time against the back EMF, that is, the work is done against the back EMF. Therefore, we have to put a minus sign against this EMF. The work done per time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്. പവറിൻ്റെ എക്സ്പ്രഷൻ V into I ആണ്. ഇവിടുത്തെ കേസിലെ വോൾട്ടേജ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E, but this work is against the EMF, therefore minus sign. Then I. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്സിൽ ദിസ് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയുടെ സ്ഥാനത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മൈനസും കൂടി പ്ലസ് ആവും. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുക, ഇവിടെ ഐ ഉണ്ടാവും, എൽ ഉണ്ടാവും, ഐ എൽ ഡി ഐ ബൈ ഡി ടി. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം നമ്മൾ എഴുതിയിട്ടുണ്ട്. ദീസ് ഡി ഡബ്ല്യു ഡിവൈഡ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഐ ഡി ഐ ബൈ ഡി ടി. Now, the work done to build up the current from 0 to a final value I in the circuit. നമുക്ക് ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൽ ഐ ഡി ഐ എന്ന് കിട്ടും ഈ എക്സ്പ്രഷന്. ഇപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ that is 0 to മാക്സിമം കറണ്ട് ഐയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന രൂപത്തിൽ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ 0 to I എൽ ഐ ഡി ഐ. നമുക്ക് എല്ലിനെ പുറത്തേക്ക് എടുക്കാം. W is equal to L integration 0 to I di. then integration എടുത്തു കഴിഞ്ഞാൽ L integration I square by 2 0 to I ലിമിറ്റ് എടുത്താൽ 0 to I തന്നെ വരും. that is L I square by 2. this is the work done against the back EMF to increase the current from 0 to maximum value I. This work will be stored as the energy. This work will be stored as the energy in the inductor. Okay, let me put this is equation number 1. But the problem is this expression is the energy stored in the inductor. But our aim was to find out the energy stored in magnetic field. We know that the energy stored in the inductor is in the magnetic field. To get a general expression for the energy stored in terms of the magnetic field B, let us do the following. Okay. Consider
the flux through this coil. Flux through the one coil. That flux is phi. Flux through the one loop, through the loop of this inductor. That is phi is equal to B dot dA. ഇവിടെ ഈ B എന്ന് പറയുന്ന ക്വാണ്ടിറ്റി that we can write in terms of the magnetic vector potential. ഇതിലേക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ our phi will be surface integral del cross A dot dA. ഇവിടെ ഞാൻ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. അപ്ലൈ സ്റ്റോക്സ് തിയറം. എന്താ സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എ ഡി എ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ. ഈ സർഫേസ് ഇന്റഗ്രലിനെ ലൈൻ ഇന്റഗ്രൽ ആക്കിയിട്ട് മാറ്റും. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്തേക്ക് ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ our phi can be written as line integral A dot dl. ഇവിടെ ലൈൻ ഇന്റഗ്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ലൂപ്പ്. ഒരു ലൂപ്പിന്റെ പെരിമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദിസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ ലൂപ്പ്. ഇവിടെ ഈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സർഫേസ് ബൗണ്ടഡ് ബൈ ദ പെരിമീറ്റർ. പി, ദിസ് പി. ലെറ്റ് us give this is an equation number 2. The flux through the loop can be written as phi, that is equal to L into I. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ എക്സ്പ്രഷൻ. Current I is flowing through the loop. The flux phi is proportional to I. Then the phi is equal to L into I. L is the self-inductance of the loop or the coil. This is equation number 3. ഈ രണ്ട് ഇക്വേഷനും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് ആ കോയിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ദ വെക്ടർ പൊട്ടൻഷ്യൽ, അതേപോലെ തന്നെ ആ കോയിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷൻ, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഇക്വേഷൻ 2 ആൻഡ് 3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? LI, LHS എല്ലാം സെയിം ആയതുകൊണ്ട് RHS will also be same. A dot dl. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ഇതിനെ നമ്മൾ ഇവിടേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ, അതായത് W is equal to half LI square. ഇതിനെ ഞാൻ ഒന്നുകൂടെ ഹാഫ് LI into I എന്ന് മാറ്റി എഴുതാണ്. ഇവിടെ ഈ നോക്കൂ, എക്സ്പ്രഷൻ 4 നോക്കൂ. എക്സ്പ്രഷൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാലോ. അതായത് ഇക്വേഷൻ 4 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ put equation 4 in equation 1 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. W is equal to half LIന്റെ സ്ഥാനത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ I ഉണ്ട്, ഇവിടെ ഐനെ ഇവിടെ പുറത്തേക്ക് എടുത്തു. A dot dl എന്ന് എഴുതാം. കറണ്ടിനെ ഇതിനുള്ളിലേക്ക് എടുക്കാം. ഹാഫ് കറണ്ട് ഷുഡ് കം വിത്ത് ദ ലെങ്ത് എലമെന്റ്. A dot I dl. Nice. This is for the lying element to generalize to volume current. നമുക്കിതിനെ W is equal to half
വോളിയം ഇൻറ്റഗ്രൽ. ഇവിടെ ഈ കറണ്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ വോളിയം കറണ്ട് ഡെൻസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഡോട്ട് ജെ. അപ്പോൾ ഇവിടെ ഡി എൽ പോയിട്ട് ഡി ടു ആയിട്ട് മാറും. നമുക്കറിയാം ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ ബൈ ഡി ടു ആണ്. എനിക്കതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഈ ലൈൻ എലമെന്റിന് നമ്മൾ വോളിയം കറണ്ട് എലമെന്റ് ആയിട്ട് മാറ്റി എഴുതി. ഓക്കെ, ബട്ട് സ്റ്റിൽ ദിസ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ഇൻ ടേംസ് ഓഫ് ദ magnetic field. We were looking for an expression for the energy stored in magnetic field. Therefore, we have to replace this J by magnetic field B. That is, we can express the W entirely in terms of the magnetic field. For this purpose, we use the Ampere's law. That is, del cross B is equal to mu 0 J. J എന്ന സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് J ഈസ് ഈക്വൽ ടു mu 0 കൂടെ കൊണ്ടുവരാം. del cross B ഡിവൈഡ് ബൈ mu 0. ഈ J എന്ന സ്ഥാനത്തേക്ക് നേരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W ഈസ് ഈക്വൽ ടു ഹാഫ് ജെയുടെ സ്ഥാനത്തേക്ക് ഈ ഇക്വേഷൻ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mu 0 വരും. ആ mu 0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ 2ന്റെ കൂടെ എടുക്കുകയാണ്. 1/2 mu 0 വോളിയം ഇൻറ്റഗ്രൽ എ ഡോട്ട് ജെന്റെ സ്ഥാനത്ത് ഡെൽ ക്രോസ് ബി വരും. ഡെൽ ക്രോസ് ബി ഡിറ്റോ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. Here we will use an identity. Use this relation, that is del dot A cross B is equal to B dot del cross A minus A dot del cross B. A dot del cross B എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയാണ്. മാറ്റി എഴുതുകയാണെങ്കിൽ എ ഡോട്ട് del cross B equal to B dot del cross A minus del dot A cross B. ഇതിവിടേക്ക് നമുക്ക് മാറ്റി എഴുതാം. Therefore, our W half mu 0 വോളിയം ഇൻറ്റഗ്രൽ എ. ഓക്കെ, ഈ എ ഡോട്ട് ഡെൽ ക്രോസ് ബിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വോളിയം ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് ഇവിടെ ഒരു സാധനം കൂടെയുണ്ട്, ഇവിടെ ഒരു ഡീറ്റോ കൂടെയുണ്ട്. ഡീറ്റോ മൈനസ് വോളിയം ഇൻറ്റഗ്രൽ സെക്കൻഡ് ക്വാണ്ടിറ്റി del dot A cross B dito. ഞാൻ ബ്രാക്കറ്റോടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്കറിയാം ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is nothing but B. This quantity is nothing but B, vector B, magnetic field in terms of the vector potential. Therefore, our W is equal to 1/2 mu 0 volume integral B dot B dito minus volume integral del dot A cross B, same into dito. Okay. This is nothing but B square. നമ്മൾ വീണ്ടും മാറ്റി എഴുതുകയാണെങ്കിൽ 1/2 mu 0 volume integral B square dito minus volume integral del dot A cross B
ഡീറ്റോ. ഞാനിവിടെ ചെറിയൊരു ഐഡൻറ്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് I will apply Gauss's theorem here to this term, because del dot a vector, because if I take this is the vector c, then this is volume integral del dot c dito. വോളിയം ഇൻറ്റീഗ്രൽ ഡെൽ ഡോട്ട് സി ഡീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോളിയം ഇൻറ്റീഗ്രലിനെ ഞാനൊരു സർഫേസ് ഇൻറ്റീഗ്രലാക്കി മാറ്റാൻ പോവാം. Therefore I apply Gauss's divergence theorem to this quantity. അതായത് വോളിയം ഇൻറ്റീഗ്രൽ ഡെൽ ഡോട്ട് സി ഈസ് ഈക്വൽ ടു സർഫേസ് ഇൻറ്റീഗ്രൽ സി ഡോട്ട് ഡി എ. ഇതോടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഇപ്പോൾ സീൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എ ക്രോസ് ബി കൊടുക്കണം. അതായത് ഇവിടെ this is nothing but Gauss's divergence theorem. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയുള്ള എക്സ്പ്രഷൻ ഈ പേജിലേക്ക് കോപ്പി ചെയ്തിരിക്കുകയാണ് എക്സ്പ്ലനേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ എ ക്രോസ് ബിയുടെ സ്ഥാനത്ത് സി എന്ന് പറഞ്ഞ വെക്റ്റർ എടുക്കുകയാണെങ്കിൽ ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ 1/2 μ0 വോളിയം ഇൻറ്റഗ്രൽ ബി സ്ക്വയർ ഡീറ്റോ മൈനസ് ഇവിടെ എന്ത് വരും? ദിസ് ഈസ് സർഫേസ് ഇൻറ്റഗ്രൽ. Therefore സിയുടെ സ്ഥാനത്ത് നമ്മുടെ എ ക്രോസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് സർഫേസ് ഇൻറ്റഗ്രൽ എ ക്രോസ് ബി ഡോട്ട് ഡി എ. ഇതിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചുരുങ്ങി. ഇവിടെ ഇത് ഇതാണ് ക്ലോസ്ഡ്. അതായത് ദിസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സർഫേസ് ബൗണ്ടിങ് ദ വോളിയം വി. Let me put this is equation number 7. We have to integrate this equation over all the space. Okay. Therefore, the volume integral will become larger and the surface integral will become negligible. നമ്മൾ ഈ എക്സ്പ്രഷനെ ഓൾ ഓവർ ദ സ്പേസ് ഇൻറ്റഗ്രേഷൻ എടുത്തുവാണെങ്കിൽ ഓൾ ഓവർ ദ സ്പേസ് ഇൻറ്റഗ്രേഷൻ നമ്മൾ എനർജി കണ്ടുപിടിക്കുന്ന കേസിൽ ഇലക്ട്രോഡൈനാമിക്സ് 1 കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾ ഓവർ ദ സ്പേസ് ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോഴേ ഇവിടെ വോളിയം ഇൻറ്റഗ്രൽ പെട്ടെന്ന് ലാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതേസമയം സർഫേസ് ഇൻറ്റഗ്രൽ അതിൻ്റെ ഇൻക്രിമെൻറ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. Therefore we can neglect the surface integral. Therefore the remaining term അതിനു മുമ്പ് നമുക്ക് നോട്ട് ചെയ്യാം. Therefore equation 7 can be written as W is equal to 1/2 μ0 all space b square d-tau. This is the expression for the energy. Work is equal to energy. Therefore this is the expression for the energy stored in the magnetic field. Okay. This is the expression for the energy stored in the magnetic field. Now the energy stored per unit volume. This is the total energy stored in the magnetic field. Okay, total energy stored in the whole volume V. The energy stored per unit volume. നമുക്കതിന് പറയാം എനർജി ഡെൻസിറ്റി എന്ന് പറയാം. ഈ എനർജി ഡെൻസിറ്റി നമ്മൾ യു കൊണ്ടാണ് സൂചിപ്പിക്കുക. നമുക്കതിന് യു ആണെങ്കിൽ യു ഇസ് ഡബ്ല്യു ബൈ വോളിയം, എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വേണമെങ്കിൽ പറയാം. ഡബ്ല്യുവിനെ നമുക്ക് ഈ എക്സ്പ്രഷനെ ബി സ്ക്വയർ ബൈ 2 μ0 വോളിയം d2 എന്നെടുക്കുകയാണെങ്കിൽ വർക്ക് പെർ, ആക്ച്വലി ദിസ് ഈസ് എ വോളിയം.
ദ വർക്ക് പെർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is b square divided by 2 mu 0. ഇതിന് മൊത്തം ഇൻറ്റഗ്രേഷൻ എടുത്തി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. ആ ടോട്ടൽ വോളിയത്തിൻ്റെ W കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മീൻസ് ഇതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ B0 by 2 mu 0. ഇതായിരിക്കും ദ എനർജി ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം U is equal to B square divided by 2 mu 0. That is, this is the energy density, energy stored per magnetic energy stored per unit volume in the magnetic field B. That is, energy stored per unit volume in the magnetic field B can be written as UB is equal to mu B square divided by 2 mu 0. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലും സിമിലർ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ മുമ്പ് കിട്ടിയിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് in terms of the electric potential and charge. That is, energy stored in electric field is equal to half rho v d tau. This is equal to epsilon 0 by 2 E square d tau. This is all space. അവിടെ റോ എന്ന് പറഞ്ഞ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു, വി എന്ന് പറഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിരുന്നു. സിമിലർലി എനർജി സ്റ്റോർഡ് ഇൻ ദ പ്രസന്റ് കേസ്, ദാറ്റ് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് നേരത്തെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നോക്കുക എക്സ്പ്രഷനെ, W is equal to half A dot J d tau, equation 5. Half, this is volume integral, this is also volume integral, A dot J d tau equal to ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സലൻ 0ൻ്റെ സ്ഥാനത്തേക്ക് 1/μ0 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലേക്ക് പോകാൻ പറ്റും. അതായത് 1/2 അതേപോലെ തന്നെ എക്സലൻ 0ൻ്റെ സ്ഥാനത്തേക്ക് എക്സലൻ 0നെ 1/μ0യിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മാറാനുള്ള എളുപ്പവഴി. μ0 also all space B square d tau. Equations രണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ. This is a magnetic vector potential. This is scalar potential in the case of electric field. Here it is a magnetic vector potential. Instead of rho charge density in the electric field, instead of rho volume current density in magnetic field. These two are the vectors, therefore dot product. Okay, epsilon 0 instead of epsilon 0, 1/μ0. Here is another B square. Okay, this derivation is very important because in the university examination point of view, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ചില വർഷങ്ങളിലൊക്കെ essay type question ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. Okay, thank you very much for watching this video.